പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് കുറേ ആയില്ലേ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി പിടിച്ചാലോ. ഒരു വെറൈറ്റിക്ക് നമുക്കൊരു ഫെയറി ടെയിൽ ഹൗസ് ചെയ്ത് നോക്കാം. ഫെയറി ടെയിൽ ഹൗസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ക്ലേ വെച്ചിട്ടുള്ള ഫെയറി ടെയിൽ ഹൗസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പർ കപ്പ് എടുക്കുക. എന്നിട്ട് ഈ പേപ്പർ കപ്പിൽ ഒരു ഡോർ ചെയ്ത് കൊടുക്കണം. ഓറഞ്ച് പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് പൈപ്പ് ക്ലീനർ ഉപയോഗിച്ച് ആ പേപ്പർ കപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളറിലുള്ള മേൽക്കൂരയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനാണ് നമുക്ക് ഇത്തിരി ടാസ്ക് ഉള്ളത്. നീളത്തിലൊരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ആ പൈപ്പ് ക്ലീനറിൽ ഇതുപോലെ വേറെ പൈപ്പ് ക്ലീനേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പം വീഡിയോ നോക്കി ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് വേറൊരു പൈപ്പ് ക്ലീനറും കൂടി എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇട്ടിട്ട് അതൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു മേൽക്കൂരയുടെ ഷേപ്പിലായിട്ട് കിട്ടും. ബാക്കി വന്ന ആ ഭാഗം നമുക്ക് അവിടെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളുണ്ടാക്കിയ വീട് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ഗ്രീൻ പൈപ്പ് ക്ലീനേഴ്സ് ഉപയോഗിച്ച് ആ കാർഡ്ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതൊന്നുകൂടി ഒന്ന് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും അതുപോലെ മഷ്റൂംസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഹാഫ് ബീഡ്സ് ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൈപ്പ് ക്ലീനർ ഉപയോഗിച്ചിട്ടുള്ള ഫെയറി ഹൗസ്.